പാവുമ്പാവ് ഉത്സവം കഴിഞ്ഞു. അടുത്ത ഉത്സവം വരാറായിട്ടും എനിക്ക് 10ാം ഉത്സവത്തിന്റെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഡസ്റ്റ് അലർജി പിടിപെട്ടു. ചുമയും കുരയൊക്കെ ആയിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ കേട്ടോ. അപ്പൊ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ തെക്കേ നടയിലെ കൊടി ഇറങ്ങിയ ശേഷം ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി ആറാട്ടിനായിട്ട് പുറപ്പെടും. ഈ ആറാട്ട് പാലമൂട് മണികണ്ഠ സന്നിധിയിലാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറയാറുള്ള പാലമൂട് മണികണ്ഠ സന്നിധി. ഇവിടെയാണ് ഉത്സവത്തിനായുള്ള കാളകളും ഫ്ലോട്ടുകളും എല്ലാം അണിനിരക്കുന്നത്. അപ്പോൾ ഈ ആറാട്ട് മണികണ്ഠ സന്നിധിയിൽ എത്തിയ ശേഷം കാളകൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി കൊടുക്കുകയും അകമ്പടി പോകുന്ന 2 ആനകൾ അവിടെ തന്നെ നിന്നിട്ട് ഭഗവാന്റെ തിടമ്പേന്തിയ 2 ആനകളുമായിട്ട് തിരിച്ച് താലപ്പൊലി ആറാട്ടിന് പോവുകയാണ് പതിവ്. ആറാട്ടിന് പോയ ശേഷം മാത്രമേ മണികണ്ഠ സന്നിധിയിൽ നിന്നും കാളകളും ഫ്ലോട്ടുകളും പാവുമ്പ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ 5ാം ഉത്സവം വരെയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 6, 7, 8, 9 ഉത്സവത്തിന്റെ ഒന്നും വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ക്ഷമ ചോദിക്കുകയാണ്. കാരണം ശലഭയ്ക്ക് കാളമൂട്ടിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ വർഷം ആറാട്ട് താമസിച്ചാണ് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങിയതെങ്കിലും കാളകളും ഫ്ലോട്ടുകളുമൊക്കെ വലിയ താമസമില്ലാതെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് വെളുപ്പിന് ആറാട്ട് തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം വടക്കേ നടയിലെ കൊടി ഇറങ്ങുന്നതോടുകൂടി നമ്മുടെ ഉത്സവം അവസാനിക്കുകയാണ് കേട്ടോ. പിന്നെ അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പിലാണ്.